3. കുട്ടികളുടെ ലോകം. 1996 കോട്ടയത്ത് ക്രൈസ്തവാശ്രമത്തിൽ വെച്ച് ഒരു വർക്ക്ഷോപ്പ് നടന്നു. ഈ വർക്ക്ഷോപ്പിൻ്റെ ഉദ്ദേശം കുട്ടികളിൽ മൂല്യബോധം, മൂല്യസങ്കല്പം വളർത്തുന്നതിൻ്റെ പ്രായോഗിക വഴികൾ തേടുക എന്നതായിരുന്നു. ഇതിന് നേതൃത്വം കൊടുത്തത് വേൾഡ് വിഷൻ എന്ന ഓർഗനൈസേഷനായിരുന്നു. പ്രൊഫസർ എസ് ശിവദാസ് സാറ്, MR ഗോപാലകൃഷ്ണൻ നായർ, PE സാമുവൽ, അന്ന് കേരളത്തിൻ്റെ വേൾഡ് വിഷൻ്റെ ചുമതലയുണ്ടായിരുന്ന PE സാമുവൽ, അതേപോലെ തന്നെ ജോസ് നാഞ്ഞിലത്ത്, റെനി കെ ജേക്കബ്, അതുപോലെ സുൽത്താൻ ബത്തേരി ഡയറ്റിലെ അധ്യാപകനായിരുന്ന ലക്ഷ്മണൻ സാറ്, ഞാനും. ഇത്രയും പേരായിരുന്നു 2 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പിന് പങ്കാളികളായത്. പ്രായോഗികമായ ഒരു വഴി വാല്യൂ എഡ്യൂക്കേഷനിൽ തേടുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. അങ്ങനെ 2 ദിവസം കൊണ്ട് ഒരു ചെറിയ രൂപരേഖ ഉണ്ടാക്കി. അവധിക്കാലത്ത് 5 ദിവസം കുട്ടികൾക്ക് വേണ്ടി മൂല്യബോധം വളർത്തുന്നതിനുള്ള രസകരമായ ഒരു ക്യാമ്പിനെ കുറിച്ചായിരുന്നു രൂപരേഖ. അതിന് വ്യത്യസ്തമായ ചിന്താവിഷയങ്ങൾ, പഠനങ്ങൾ, കളികൾ, പാഠങ്ങൾ, പാട്ടുകൾ ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു രൂപരേഖ. കുട്ടികളേറെ ഇഷ്ടപ്പെടണം, അവർക്ക് താല്പര്യമുണ്ടാവണം. അത് ഒരു കമ്മ്യൂണിറ്റിയിലാവണം നടക്കേണ്ടത്, സ്കൂളിലാവരുത്. അപ്പോൾ ആ പ്രദേശത്തുള്ള കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ക്യാമ്പായിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്തത്. അങ്ങനെ ഈ രൂപപ്പെടുത്തിയ ഈ ക്യാമ്പ് ആദ്യം പരീക്ഷിച്ചത് ആലപ്പുഴ ജില്ലയിലെ മിത്രക്കരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. 5 ദിവസത്തെ ഒരു ക്യാമ്പ്. 140 കുട്ടികൾ അതിൽ പങ്കെടുത്തു. ഈ 140 കുട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട C ജോർജ് കുട്ടിയും അനിൽ T വർഗീസുമായിരുന്നു. കമ്മ്യൂണിറ്റി പൂർണ്ണമായും ഇതിന് പിന്തുണയ്ക്കാനുണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ 4-ാം ദിവസവും 5-ാം ദിവസവും കുട്ടികൾക്ക് ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായി ഭക്ഷണം കൊടുക്കുന്നതിലേക്ക് കമ്മ്യൂണിറ്റി ഒരുങ്ങി വന്നു. അന്ന് ഇതിനാവശ്യമായ പാഠങ്ങളൊക്കെ തയ്യാറാക്കിയത് പ്രൊഫസർ എസ് ശിവദാസ് സാറും ശ്രീ ജോസ് നാഞ്ഞിലത്തുമായിരുന്നു. അടുത്ത വർഷം 4 സ്ഥലങ്ങളിൽ കൂടി ഈ ക്യാമ്പ് വിപുലമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു. 2 ജില്ലകളിൽ ക്യാമ്പ് നടന്നു. 2000 കുട്ടികൾ പങ്കെടുത്തു. ഈ 2000 കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ വർക്ക് ബുക്കുകളും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകർക്കുള്ള ഹാൻഡ് ബുക്കുകളും തയ്യാറാക്കി. പ്രത്യേകിച്ച് ശിവദാസ് സാറും ജോസ് നാഞ്ഞിലത്തുമായിരുന്നു അതിന് നേതൃത്വം. അതിനടുത്ത വർഷം കുട്ടികളുടെ എണ്ണം 5000-ആയി. 5 ജില്ലകളിലേക്ക് ഇത് വ്യാപിച്ചു. അങ്ങനെ ഒരു 10 വർഷം. ഈ 10 വർഷത്തിലെത്തുമ്പോൾ 1 ലക്ഷം കുട്ടികളാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിലായി ഈ ക്യാമ്പിൽ പങ്കെടുത്തത്. ലൈഫ് സ്കൂൾ എന്നായിരുന്നു ഈ ക്യാമ്പിൻ്റെ പേര്. സന്നദ്ധ സംഘടനകൾ എണ്ണം വർദ്ധിച്ചു. ഏതാണ്ട് ചെറുതും വലുതുമായി 90 സന്നദ്ധ സംഘടനകൾ, 1 ലക്ഷം കുട്ടികൾ, ഏതാണ്ട് 1500ഓളം പരിശീലനം കിട്ടിയ അധ്യാപകർ. ഈ ഒരു ടീമായിരുന്നു കേരളത്തിൽ ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത്. 3-ാമത്തെ വർഷം, ഈ ക്യാമ്പുകളുടെ 3-ാം വർഷം, പ്രിയപ്പെട്ട ജോസ് നാഞ്ഞിലത്താണ് ഇതിൻ്റെ പാഠങ്ങൾ എഴുതുന്നതിൽ എന്നെ കൂടി ഉൾപ്പെടുത്താൻ തയ്യാറായത്. അദ്ദേഹത്തിൻ്റെ പ്രേരണയും അദ്ദേഹത്തിൻ്റെ താല്പര്യവും എനിക്ക് ഒരു പുതിയ വഴി തുറക്കുന്നതിനിടയായി. ഞാനും പാഠങ്ങൾ തയ്യാറാക്കാൻ കൂടെ ചേർന്നു. തുടർന്നുള്ള വർഷങ്ങളിലൂടെ ജോസ് നാഞ്ഞിലത്തുമായി ചേർന്ന് കുട്ടികൾക്കുള്ള പാഠങ്ങൾ തയ്യാറാക്കുന്നത് എല്ലാ വർഷവും ഒരു പതിവായി മാറി. 10 വർഷം ഈ കുട്ടികൾ പങ്കെടുക്കുന്ന തീമാറ്റിക്കായിട്ടുള്ള ഒരു സമ്മർ ക്യാമ്പ്, ഈ ക്യാമ്പിൻ്റെ കേരളത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്നതിൻ്റെ കോർഡിനേറ്ററായി ഞാൻ 10 വർഷം പ്രവർത്തിച്ചു. 2007 ഞാൻ വേൾഡ് വിഷനിൽ നിന്നും റിസൈൻ ചെയ്തു. ലിവിംഗ് ലീഫ് ഫൗണ്ടേഷൻ എന്ന ഒരു സ്വന്തം സ്ഥാപനം ആരംഭിച്ചു. ഈ സ്ഥാപനത്തിലൂടെയും തുടർന്നുള്ള വർഷങ്ങളിൽ
ഈ കുഞ്ഞുങ്ങൾക്ക്, ഇത്തരം കുഞ്ഞുങ്ങൾക്കുള്ള പാഠപദ്ധതി തയ്യാറാക്കുന്ന പണി ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. വേൾഡ് വിഷൻ തുടർന്നും 6 വർഷം ഞാൻ തയ്യാറാക്കിയ പാഠപദ്ധതി ഉപയോഗിച്ച് ക്യാമ്പുകൾക്ക് നേതൃത്വം കൊടുത്തു. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ ഭാഷകളിൽ ഈ ക്യാമ്പുകൾ നടന്നു. ഉദ്ദേശം 3.5 ലക്ഷം കുഞ്ഞുങ്ങൾ ഒരു വർഷം ഈ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നതിനിടയായി. കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള സന്നദ്ധ സംഘടനകൾക്ക് പലർക്കും ഇത്തരം ക്യാമ്പുകൾക്കുള്ള പാഠങ്ങൾ ഞാൻ തയ്യാറാക്കി കൊടുത്തു. ഏറ്റവും ശ്രദ്ധേയമായത് 18 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു NGO നെറ്റ്വർക്ക് 18 രാജ്യങ്ങളിലെ കുഞ്ഞുങ്ങൾക്കായി പാഠപദ്ധതി തയ്യാറാക്കുന്നതിന് എന്നോട് ആവശ്യപ്പെടുകയും ഞാനത് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യുന്നു. 2025 തുടർച്ചയായി 26 വർഷം കുഞ്ഞുങ്ങൾക്കുള്ള ഈ പാഠങ്ങൾ, കരിക്കുലം, പ്രോഗ്രാം ഡിസൈൻ ഇവ തയ്യാറാക്കുന്നതിന് ഒരവസരം എനിക്കുണ്ടായി. തീർച്ചയായും ഇതിന് കടപ്പെട്ടിരിക്കുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ശ്രീ ജോസ് നാഞ്ഞിലത്തിനോടാണ്. ഒരു എഴുത്തുകാരനും പ്രഭാഷകനും സന്നദ്ധ സംഘടനാ പ്രവർത്തകനുമായിരുന്നു കോട്ടയം ജില്ലയിൽ കൂരോപ്പട സ്വദേശിയായ ശ്രീ ജോസ് നാഞ്ഞിലത്ത്. അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ചലനം എന്ന ഒരു വലിയ സന്നദ്ധ സംഘടനയുടെ ജീവാത്മാവും പരമാത്മാവുമായിരുന്നു. ആ സംഘടനയിലൂടെ മലപ്പുറം ജില്ലയിലെ സ്ത്രീകൾക്കായി നടത്തിയ വിവിധ വികസന പ്രവർത്തനങ്ങൾ, അതിന് നേതൃത്വം കൊടുക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഈ ലൈഫ് സ്കൂൾ എന്ന കുഞ്ഞുങ്ങളിൽ മൂല്യബോധം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയായത്. ഞാനും അദ്ദേഹവും കൂടി യുനെസ്കോ നടത്തിയ ഒരു ഇന്റർനാഷണൽ വാല്യൂ എഡ്യൂക്കേഷൻ കോൺക്ലേവിൽ പങ്കെടുത്തത് ഞങ്ങളിൽ ഈ വിഷയത്തിൽ കുറെ കൂടി വലിയ ചിന്തകൾ രൂപപ്പെടുന്നതിന്, വലിയ ദർശനം രൂപപ്പെടുന്നതിന് ഞങ്ങൾക്കിടയാക്കിയതും ഈ സമയത്ത് ഓർക്കുന്നു. അക്കാലത്തിൽ പൊലിഞ്ഞുപോയ പ്രിയപ്പെട്ട ജോസ് നാഞ്ഞിലത്തിന് തീർച്ചയായിട്ടും ഞാൻ ഈ സമയം സ്നേഹാഞ്ജലി നേരുന്നു. കുഞ്ഞുങ്ങളുടെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കപ്പെടുകയാണ്, പുതിയ കാഴ്ചപ്പാടുകൾ. ഈ പുതിയ ലോകത്ത് കുഞ്ഞുങ്ങൾ സത്യത്തിൽ പണ്ടുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെക്കാൾ കുറെ കൂടി മൂല്യബോധമുള്ളവരാണിപ്പോൾ. പണ്ടുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെക്കാൾ കുറെ കൂടി പരിസ്ഥിതി ചിന്ത ഉള്ളവരാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ. പണ്ടുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെക്കാൾ കുറെ കൂടി ക്രിയേറ്റീവാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ. ഒരു പുതിയ യുഗം പിറക്കപ്പെടുകയാണ്. നന്ദി, സ്നേഹം.